ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് എക്സാം ആവാറായതുകൊണ്ട് കോളേജിൽ സ്റ്റഡി ലീവാണ് തന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 7:30 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. നേരത്തെ എണീറ്റു. എന്നിട്ട് ഒരു 8:30 മണിയോടെ വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ടു ഡു ലിസ്റ്റ് പോലെ 2 കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം 16-ാം തീയതിയാണ്. അപ്പോൾ അന്നത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ നോട്ടൊക്കെ എഴുതിയാണ് പഠിക്കുന്നത്. കോളേജിലത്തേക്ക് നോട്ടുണ്ട്. അപ്പോൾ ലെക്ചർ നോട്ട് ആയതുകൊണ്ട് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രമേ അതിനകത്ത് അപ്പോഴും എഴുതിയെടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെയും പേപ്പറിൽ എഴുതി ഞാൻ ഓരോ മൊഡ്യൂൾ അനുസരിച്ചാണ് പേപ്പറിൽ പോയിൻറ്റ്സുകൾ എഴുതി പഠിക്കുന്നത്. കോളേജിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് പ്രത്യേകിച്ച് നോട്ടോ ടെക്സ്റ്റോ അങ്ങനെ ഒന്നുമില്ല. കോളേജിൽ ക്ലാസ്സിൽ പോകുന്ന ആ പോയിൻറ്റ്സ് എഴുതിയെടുക്കുന്ന നോട്ടും അതുപോലെ ഈ ക്ലാസ്സുകളും, പിന്നെ നമുക്ക് യൂട്യൂബിൽ ഈ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് അടിച്ചു കൊടുത്താൽ ചാപ്റ്റേഴ്സ് കിട്ടും. അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ പഠിക്കുന്നത്. അതിൽ നിന്ന് പോയിൻറ്റ്സുകളൊക്കെ എക്സ്ട്രാ പോയിൻറ്റ്സുകൾ എഴുതിയെടുക്കും. അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്നുള്ള നോട്ടിൽ നിന്നുള്ള പോയിൻറ്റ്സുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ആണ് പഠിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആവശ്യമായ ക്ലാസ്സുകളൊക്കെ, ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ തന്നെ ഓരോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിക്കതും നല്ല ക്ലാസ്സുകളാണ്. മലയാളത്തിൽ നല്ലപോലെ സമ്മറിയൊക്കെ പറഞ്ഞു പോകുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് കുറച്ച് ബോറടിച്ച സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു മാത്സ് പഠിക്കാമെന്ന്. അപ്പോൾ മാത്സ് പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മാത്സിൽ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത് പ്രൂഫ്, അതുപോലെ തന്നെ നമ്പർ തിയറി, അതൊക്കെയാണ്. അപ്പോൾ പ്രൂഫൊക്കെ നമ്മൾ പഠിച്ചാൽ ഇപ്പോൾ മാത്സ് ഓൾറെഡി വായിച്ച് പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അല്ലെങ്കിലും പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് നോക്കിയില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതി പഠിച്ചില്ല എങ്കിലും നമ്മളത് മറന്നു പോകും. അപ്പോൾ ഞാൻ ഒരു 2-3 പ്രാവശ്യമൊക്കെ എങ്കിലും പ്രൂഫ് ഒരെണ്ണം തന്നെ ചെയ്ത് പഠിക്കും. അല്ലെങ്കിൽ അത് നമ്മുടെ തലയിലിരിക്കൂല. അത് പെട്ടെന്ന് തന്നെ നമ്മൾ മറന്നു പോകും. പിന്നെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. കോളേജിൽ നല്ല ക്ലാസ്സാണ്, നമുക്ക് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവും. എന്നിരുന്നാലും ഞാൻ വീട്ടിൽ വന്ന് വേറെ കോളേജിൽ നോട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ വേറെ ബുക്കിലോട്ട് അത് എഴുതി, ഞാൻ കോളേജിലിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പെൻസിലിട്ടൊക്കെ സൈഡിൽ മലയാളത്തിലൊക്കെ എനിക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാനത് വേറൊരു ബുക്കിലോട്ട് മാറ്റിയിട്ട് കുറച്ചും കൂടെയൊക്കെ വൃത്തിയായിട്ട് ഞാൻ എനിക്ക് വീട്ടിലൊരു നോട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ച് പഠിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പം മാത്രമല്ല, ഞാൻ നേരത്തെ +1 +2 ആയിരുന്ന സമയത്തായാലും 10ലും ഞാൻ ഇങ്ങനെ തന്നെയാണ്. കോളേജിലായാലും സ്കൂളിലൊരു നോട്ടുണ്ടെങ്കിലും ഞാനത് വീട്ടിൽ വന്നിട്ട് വേറൊരു നോട്ടിലോട്ട് എഴുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വേറൊരു നോട്ടിലോട്ട് മാറ്റി എഴുതുമ്പം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ എഴുതിയ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കാനൊക്കെ പറ്റും. അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ലാംഗ്വേജ് മാത്രമാണ് പേപ്പറിൽ എഴുതി വയ്ക്കുന്നത്. കാരണം അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പോയിൻറ്റ്സുകൾ മാത്രമല്ലേ എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഓരോ മൊഡ്യൂൾ അനുസരിച്ച് മൊഡ്യൂൾ 1 എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പേപ്പറിലായിരിക്കും എഴുതുന്നത്. സബ്ജക്റ്റ് അല്ലാതെ ഈ മാത്സ്, സ്റ്റാറ്റ്, ഫിസിക്സ് അതുപോലെയുള്ളതൊക്കെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട്, അത് ഒരു മൊഡ്യൂളിൽ തന്നെ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അതിനകത്തായിട്ടായിരിക്കും എഴുതി നോക്കി പഠിക്കുന്നത്. ഉച്ച 1 മണി വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.